നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് വീണ്ടും ഉരുൾപൊട്ടൽ. ദുരന്തമുഖത്ത് കളക്ടർ ഉൾപ്പെടെ കുടുങ്ങി. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞച്ചീളിൽ വീണ്ടും ഉരുൾപൊട്ടി. ആളപായമില്ല. കോഴിക്കോട് കളക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടിയത്. കളക്ടറും സംഘവും അരമണിക്കൂറോളം സ്ഥലത്ത് കുടുങ്ങി. ഇവരെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. വയനാട്ടിൽ ഉണ്ടായതിന് സമാനമായ ഉരുൾപൊട്ടലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിലങ്ങാടും ഉണ്ടായത്. ജനങ്ങൾ ജാഗ്രത പാലിച്ചതിനാൽ ആളപായം ഒഴിവാക്കാനായി. 13 വീടുകൾ പൂർണ്ണമായും തകർന്നു. വെള്ളം കയറി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വയനാട്ടിലേക്കുള്ള യാത്രക്കിടെ മന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനം മലപ്പുറം മഞ്ചേരിയിൽ അപകടത്തിൽപ്പെട്ടു. സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. വയനാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത്. ഇറാഖിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. 4 മരണം. ഇറാഖിൽ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം. 4 പേർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. പ്രതിരോധം മുൻനിർത്തിയായിരുന്നു ആക്രമണമെന്നും അമേരിക്കൻ സേനയ്ക്കും സഖ്യസേനകൾക്കും നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരുന്നവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്കൻ സേനാ വൃത്തങ്ങൾ വിശദീകരിച്ചു. ഇറാഖിലെ ബാബിലോൺ പ്രവിശ്യയിലായിരുന്നു ആക്രമണം നടന്ന വിവരം ഇറാഖിലെ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് ഗുരുതര പരിക്കുള്ളതിനാൽ മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. സിഖ് പതാകയിൽ നിന്ന് കാവി നിറം നീക്കണമെന്ന് നിർദ്ദേശം. സിഖ് ത്രികോണ പതാകയായ നിഷാൻ സാഹിബിൽ നിന്ന് കാവി നിറം നീക്കണമെന്ന നിർദ്ദേശവുമായി ശിരോമണി ഗുരുദ്വാര പ്രബന്ധ് കമ്മിറ്റി. പതാകയ്ക്ക് മഞ്ഞ അല്ലെങ്കിൽ നീല നിറം ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. പല ഗുരുദ്വാരകളിലും മഞ്ഞയ്ക്ക് പകരം കാവി നിറത്തിലുള്ള നിഷാൻ സാഹിബ് ഉപയോഗിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാവി നിറം സനാതന ധർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും സിഖ് മതത്തെ അല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. നിഷാൻ സാഹിബിന്റെ നിറത്തെ ചൊല്ലി നിരവധി ആശയക്കുഴപ്പങ്ങൾ സിഖ് സമൂഹത്തിലുണ്ടെന്നും അമൃത്സർ സുവർണക്ഷേത്രം മാനേജർ ഭഗവന്ത് സിംഗ് ദംഗേര പറഞ്ഞു. അമിത്ഷായുടെ പ്രസ്താവന വസ്തുതാവിരുദ്ധം. കേന്ദ്ര കാലാവസ്ഥാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമെന്ന് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തുവെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രം വയനാട്ടിൽ പ്രവചിച്ചത് 204 മില്ലിമീറ്റർ മഴയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ദുരന്ത മേഖലയിൽ 48 മണിക്കൂറിൽ പെയ്തത് 572 മില്ലിമീറ്റർ മഴയാണ്. 23 മുതൽ 28 വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ അറിയിപ്പിൽ ഒരു ദിവസം പോലും ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നില്ല. കേന്ദ്രമന്ത്രി അമിത്ഷാ വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പാർലമെന്റിൽ സംസാരിച്ചത്. കേരളത്തിന്റെ ആവശ്യപ്രകാരമാണ് NDRFനെ സംസ്ഥാനത്തേക്ക് അയച്ചത്. ഹതാശരായ ജനങ്ങളോട് പറയേണ്ട കാര്യമല്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പരം പഴിചാരേണ്ട സമയമല്ല ഇതെന്നും രക്ഷാപ്രവർത്തനത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂളിൽ തോക്കുമായി എത്തിയ 5 വയസ്സുകാരി 10 വയസ്സുകാരന് നേരെ വെടിയുതിർത്തു. സ്കൂളിൽ തോക്കുമായി എത്തി 3ാം ക്ലാസ്സുകാരന് നേരെ വെടിയുതിർത്ത് നഴ്സറി ക്ലാസ് വിദ്യാർത്ഥി. ബീഹാറിലെ സുപോളിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. 5 വയസ്സുകാരനായ നഴ്സറി വിദ്യാർത്ഥി ഇതേ സ്കൂളിൽ പഠിക്കുന്ന 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ 10 വയസ്സുകാരന് നേരെയാണ് വെടിയുതിർത്തത്. വിദ്യാർത്ഥിയുടെ കൈക്കാണ് വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാമക്കാല ശ്രീനാഥ് കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. ചന്ദ്രാപിന്നി ചാമക്കാല ശ്രീനാഥ് കൊലപാതക കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. 1ാം പ്രതി കൂരിക്കുഴി സ്വദേശി കോഴിപ്പറമ്പിൽ ഷിജിൽ, 3ാം പ്രതി തമിഴൻ റെജി എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജി KE സാലിഹ് ശിക്ഷിച്ചത്. ജീവപര്യന്തം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. 2003 ഡിസംബർ 19-നാണ് നാടിനെ നടുക്കിയ ക്രൂരമായ കൊലപാതകം നടന്നത്. സ്കൂട്ടർ യാത്ര ചെയ്യുകയായിരുന്ന കോവിൽ തെക്കേ വളപ്പിൽ ശ്രീനാഥിനെ ചാമക്കാല ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് ഷിജിലിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘം വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം സമീപത്തുള്ള തോട്ടിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു.
ഉരുൾപൊട്ടൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 20 ലക്ഷം നൽകി വിക്രം. കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തവുമായി ചലച്ചിത്ര താരം വിക്രം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിക്രം 20 ലക്ഷം രൂപ സംഭാവന ചെയ്തു. വിക്രത്തിന്റെ കേരളത്തിലെ ഫാൻസ് അസോസിയേഷനാണ് താരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയ വിവരം അറിയിച്ചത്. കനത്ത മഴ. കൂടുതൽ ജില്ലകളിൽ നാളെ അവധി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്, തൃശൂർ, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ അടക്കം പ്രൊഫഷണൽ കോളേജുകൾക്ക് വരെ 2 ജില്ലകളിലും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് ദുഃഖാചരണം. പന്തളം നഗരസഭയിൽ കേക്ക് മുറിച്ച ആഘോഷം. വയനാട് മുണ്ടക്കയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഔദ്യോഗിക ദുഃഖാചരണത്തിനിടെ പന്തളം നഗരസഭയിൽ കേക്ക് മുറിച്ച ആഘോഷം. പന്തളം നഗരസഭയുടെ വെൽനസ് സെന്ററിലാണ് കേക്ക് മുറിച്ച് വാർഷികാഘോഷം നടത്തിയത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യുവും വെൽനസ് സെന്ററിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ പതാക താഴ്ത്തിക്കെട്ടിയ ശേഷമാണ് വെൽനസ് സെന്ററിന്റെ വാർഷികാഘോഷം നടത്തിയത്. ജൂലൈ 30 മുതലുള്ള 3 ദിവസങ്ങളിലാണ് സംസ്ഥാനത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നത്.